അപ്പൊ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കോഴിക്കോട്ടെ പത്രക്കാർക്കറിയാം, ഒരു സമരത്തൊന്നും ഒളിച്ചോടുന്ന ആളല്ല. ഞാൻ ദിവസവും ചന്ദനപ്പൊടിയിട്ട് വകലെടുത്ത ആളായിരുന്നു. 2 വർഷമായി സാധിക്കാറില്ല എൻ്റെ അടുത്ത കയ്യിൻ്റെ ഈ ശേഷിക്കുറവ്. 2 എല്ലാം പൊട്ടിയത് ഇതിൻ്റെ ഉള്ളിൽ റാഡാണ്. പിന്നെ അന്ന് എങ്ങനെയെന്നുള്ള എന്താ പറയാനാ, എനിക്ക് പറ്റാത്തത് ഞാൻ പരിശോധിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റപ്പെട്ടത് ഏതായാലും ഗ്രാനേഡിൽ മീഡിയ എൻ്റെ അന്നത്തെ അനുഭവം പറയാം. ഞാൻ ഗ്രാനേഡിൽ ശ്വാസം കിട്ടാതെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന രംഗം മീഡിയ വണ്ണ് ആദ്യം കണ്ട എൻ്റെ വീട്ടുകാരാണ് കണ്ടത്. പിന്നെ ആ രംഗത്തൊന്നും ഒരു സ്ഥലത്ത് പോലും ഞാൻ പുറകോട്ട് പോയിട്ടില്ല. അതിൻ്റെ രീതിയല്ല. പിന്നെ എന്നെന്താ അടിക്കാൻ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും, എന്താ എന്നെ ഒഴിവാക്കിയത്? ആ പ്രസംഗത്തില് അസഭ്യമായ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മോശ വാക്കുകൾ പറഞ്ഞിട്ടില്ലോ, കാര്യങ്ങൾ കൃത്യമുണ്ടല്ലോ. പിന്നെ അതൊക്കെ നെഗറ്റീവ് ന്യൂസ് ഇച്ചിരി പറഞ്ഞിട്ട് അത്രയാണ് ട്രോൾ ചെയ്തോട്ടെ. അതെന്ത് വ്യക്തിത്വം ഞാൻ കാണുന്നില്ല. ട്രോളുകളൊന്നും എല്ലാ ട്രോളും വ്യക്തിത്വമല്ല. ഇതെന്തെല്ലാം പറഞ്ഞ് ഞാനതിനെ പോസിറ്റീവ് എടുത്തു. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത് ലോകം അറിഞ്ഞോട്ടെ, അത്രയല്ല. SP യുടെ വീടിന്റെ മുന്നിൽ പ്രതിഷേധം, അവിടെ പ്രതിഷേധിക്കും. മുമ്പിൽ പുറത്തിറങ്ങുന്ന ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാകും. അഖിലേന്ത്യാ സെക്രട്ടറി ആവുന്നില്ല അഭിജിത്ത്. ഞാൻ പോയി സ്വീകരിച്ചാൽ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലെങ്കിൽ അഭിജിത്ത് ഒരു നല്ല ചെറുപ്പക്കാരനല്ലേ, കേരളത്തിലെ KSU നേതൃത്വ ചെറുപ്പക്കാരൻ. അദ്ദേഹം സ്വീകരിച്ച നല്ല പോസ്റ്റിലേക്ക്. അല്ല, അത് ഏത് പദവി എല്ലാവർക്കും ഒരു പദവിയിൽ എടുക്കാൻ പറ്റുമോ? ഒരു പദവി പ്രശ്നം ഒരാളിൽ വെക്കാൻ പറ്റുമോ? അഭിജിത്തിന് ലഭിച്ച സ്ഥാനലബ്ധി ജില്ലയിലെ കോൺഗ്രസ് ലാഭമേ ഉള്ളൂ. അഖിലേന്ത്യാ സെക്രട്ടറി 2 പോരാട്ടത്തിലല്ലേ കോൺഗ്രസ് ഇല്ലെന്ന്. കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും പോരാട്ടത്തിലാണ്. ഇവിടുത്തെ പോരാട്ട വീര്യം ഉപയോഗിക്കാൻ അവിടെയും പറ്റും. പിന്നെ ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകപ്പെടുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാം എവിടെയും ചെലവഴിക്കാം. അതേക്കുറിച്ച് പ്ലീസ് KPC പ്രസിഡന്റ് കമന്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ അപ്പോൾ പറയാം. അല്ല അത് സാർ, ഞങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ.